Module 5 Personal Selling. Purpose of Personal Selling. ഫസ്റ്റ് പർപ്പസ് എന്ന് പറയുന്നത് പേഴ്സണൽ സെല്ലിംഗ് കൊണ്ടുള്ള പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് പർപ്പസ് ബിൽഡിംഗ് എ പ്രോഡക്റ്റ് അവയർനെസ്. നമ്മൾക്കറിയാം ഏതൊരു പ്രൊമോഷൻ ടൂൾസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പുതിയ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് കസ്റ്റമേഴ്സിന് ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കൊടുക്കാനാവാം. അതുപോലെ തന്നെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റിനെ കുറിച്ചുള്ള അവയർനെസ് കസ്റ്റമേഴ്സിൽ ക്രിയേറ്റ് ചെയ്യാൻ ആവാം നമ്മൾ ഈ പ്രോഡക്റ്റിൻ്റെ പേഴ്സണൽ സെല്ലിംഗ് യൂസ് ചെയ്യുന്നത്. A common task of personal selling is to educate customers on new product offerings. Sales personnel plays a major role in building product awareness among customers. Word of mouth marketing is a useful mechanism for introducing consumers to new products. അപ്പോൾ പേഴ്സണൽ സെല്ലിങ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾക്കറിയാം ഒരു പ്രോഡക്റ്റിനെ കൺസ്യൂമേഴ്സിലേക്ക് ഡയറക്റ്റ് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പേഴ്സണൽ സെല്ലിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നതും അതുതന്നെയാണ് ഒരു പ്രോഡക്റ്റിന് അവയർനെസ് കസ്റ്റമേഴ്സിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ അവരുടെ ടോക്ക് കൊണ്ട് അല്ലെങ്കിൽ വേർഡ് ഓഫ് മൗത്ത് കൊണ്ട് ആ ഒരു പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് കൺസ്യൂമേഴ്സിനെ ഇൻഡ്യൂസ് ചെയ്യാനും കൂടിയാണ് ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പർപ്പസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോർ മേക്കിംഗ് പ്രോഡക്റ്റ് അവയർനെസ് എമംഗ് ദ കസ്റ്റമേഴ്സ്. Then next പറയുന്നത് creating interest. Personal selling involves a person to person communication, makes it natural method for getting customers to experience a product for the first time. Creating interest goes hand in hand with building product awareness, as salesman can accomplish both objectives during the first meeting with a potential customer. അപ്പോൾ ജനറേറ്റിംഗ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റിൻ്റെ അവയർനെസ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം അവർ അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അവെയറാണ് എന്നുണ്ടെങ്കിൽ അവർക്കത് വാങ്ങാനുള്ള ഒരു ഇൻട്രസ്റ്റ് ക്രിയേറ്റഡ് ആവും. ഓക്കെ, അപ്പോൾ ആ ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഒരു പർപ്പസ് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് പ്രൊവൈഡിങ് ഇൻഫർമേഷൻ. When salesmen meet customers, a large part of the conversation focus on product information. നമ്മൾക്കറിയാം മെയിനായിട്ട് പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷനാണ് ഒരു സെയിൽസ് പേഴ്സൺ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, then marketing organizations provide their sales staff with large amount of sales support, including brochures, research reports and many other forms of informational materials. മാർക്കറ്റിംഗ് ഓർഗനൈസേഷൻസ്, അതായത് ഈ പ്രോഡക്റ്റിൻ്റെ ഓർഗനൈസേഷൻ, ഈ പ്രോഡക്റ്റ് ഏത് പ്രോഡക്റ്റാണോ നമ്മൾ കൺസ്യൂമേഴ്സിലേക്ക് സെയിൽസ് പേഴ്സൺസ് വഴി എത്തിക്കുന്നത് ആ പ്രോഡക്റ്റിൻ്റെ ഓർഗനൈസേഷൻ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവർക്ക് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ടാവും. അതായത് പ്രോഡക്റ്റിൻ്റെ ബ്രോഷർ, അതിൻ്റെ ഫീച്ചേഴ്സും യൂസും എല്ലാം അടങ്ങിയ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഒരു ബ്രോഷർ, അതുപോലെ തന്നെ റിസർച്ച് റിപ്പോർട്ട്സ്, അതായത് ഇതിന് മുൻപ് പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ അതുപോലെയുള്ള കുറേ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ഇൻക്ലൂഡ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അതെന്തിനു വേണ്ടിയിട്ടാണ്? കൺസ്യൂമേഴ്സിലേക്ക് അത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതാണ് പ്രൊവൈഡിങ് ഇൻഫർമേഷൻ എന്നുള്ള കണ്ടൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് സ്റ്റിമുലേറ്റിംഗ് ഡിമാൻഡ്. ഏതൊരു പ്രൊമോഷണൽ ആക്ടിവിറ്റിയുടെയും ഇമ്പോർട്ടൻ്റ് ഫീച്ചർ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോൾ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ, ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ സെയിൽസ് ഇൻക്രീസ് ചെയ്യുക. എ മേജർ പർപ്പസ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ് ഇസ് ടു കൺവിൻസ് കസ്റ്റമേഴ്സ് ടു മേക്ക് എ പർച്ചേസ്. കമ്പനീസ് ട്രെയിൻ ദെയർ സെയിൽസ് ഫോഴ്സ് ടു ഗെയിൻ കസ്റ്റമർ ഓർഡേഴ്സ്. അപ്പോൾ കസ്റ്റമേഴ്സിൽ നിന്ന് ഓർഡർ റിസീവ് ചെയ്യുക അല്ലെങ്കിൽ പർച്ചേസ് ഉണ്ടാക്കാനായിട്ട് കസ്റ്റമർ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് അവരെ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു പർപ്പസ് പറയുന്നത്. ദെൻ ലാസ്റ്റ് പർപ്പസ് റീഇൻഫോഴ്സിങ് ദ ബ്രാൻഡ്. ഒരു ബ്രാൻഡിനെ കുറിച്ച് എപ്പോഴും ആ ബ്രാൻഡ് എക്സിസ്റ്റൻസിലുണ്ട് എന്നുള്ള കാര്യം കസ്റ്റമേഴ്സിനെ ഓർമ്മിപ്പിക്കുക. ഓക്കെ, most personal selling is intended to build a long-term relationship with customers. A strong relationship can facilitate a regular communication with the consumer. ഏതൊരു ഓർഗനൈസേഷനും ഇൻറ്റൻഡ് ചെയ്യുന്നത്, പേഴ്സണൽ സെല്ലിംഗ് കൊണ്ട് ഇൻറ്റൻഡ് ചെയ്യുന്നത് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് കസ്റ്റമേഴ്സായിട്ട് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞു ഓവർ ടെലിഫോൺ ആവാം, ഓവർ മെയിൽ ആവാം, എല്ലാം പേഴ്സണൽ സെല്ലിങ്ങിൽ വരുന്ന കാറ്റഗറി തന്നെയാണ്. അപ്പോൾ മെയിൽ അയക്കുന്നു, കണ്ടിന്യൂസ് ആയിട്ട് ഒരു പുതിയ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇൻഫർമേഷനൊക്കെ കൊടുത്തുകൊണ്ട് നമ്മുടെ റെഗുലർ കസ്റ്റമേഴ്സിന് ഒരു ഇൻഫർമേഷൻ പോലെ മെയിലായിട്ടോ ടെലിഫോണായിട്ടോ അതിന് പ്രോഡക്റ്റിനെ പറ്റി ഡിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബ്രാൻഡ് എപ്പോഴും കസ്റ്റമേഴ്സ് റിമൈൻഡ് ചെയ്യാനും അതുപോലെ തന്നെ അവരായിട്ട് കസ്റ്റമേഴ്സായിട്ടുള്ളൊരു ഗുഡ് റിലേഷൻഷിപ്പ് മേക്ക് ചെയ്യാനും ഇതിലൂടെ സാധിക്കുന്നു. Then meetings with the customers on a regular basis allow salesman to strengthen customers' knowledge of the brand offer. അപ്പോൾ ബ്രാൻഡിനെ കുറിച്ചുള്ള ഒരു ഗുഡ് നോളജ് ക്രിയേറ്റ് ചെയ്യാൻ കൂടെ ഈ ഒരു മെത്തേഡിലൂടെ സാധിക്കുന്നുണ്ട്.
ദെൻ നെക്സ്റ്റ് വരുന്നതാണ് അഡ്വാൻറ്റേജസ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ്. അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് കുറച്ച് അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ദെൻ കസ്റ്റമേഴ്സ് ഗെറ്റ് മോർ പേഴ്സണൽ അറ്റൻഷൻ. അതായത് ഇത് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനാണ്, അല്ലെങ്കിൽ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് അവരെ ഫോക്കസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സിംഗിൾ പേഴ്സണലിനെ ഇൻറ്റൻറ്റ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് സാധിക്കുന്നു. ദെൻ സെക്കൻഡ് പോയിന്റ് പറയുന്നത് സെയിൽസ് പേഴ്സണൽ ഗെറ്റ് ആഡിക്വേറ്റ് ടൈം ടു ഡെമോൺസ്ട്രേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ദ പ്രോഡക്റ്റ് ടു ദ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് ഒരു പ്രോഡക്റ്റിൻ്റെ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാനും അതിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കാനും ഉള്ള ഒരു ടൈം ഗ്യാപ്പ് അവിടെ കിട്ടുന്നുണ്ട്. Then third, the customers can negotiate the price, payment and delivery terms with the sales personnel. ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് സെയിൽസ് പേഴ്സണലായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാം. അതിൻ്റെ പ്രൈസ് കുറച്ച് വാങ്ങിക്കാനുള്ള രീതിയിൽ നെഗോസിയേഷൻസ് നടത്താം. അതുപോലെ തന്നെ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ ഡെലിവറി ടേംസ്, ഹോം ഡെലിവറി ചെയ്യുന്ന രീതിയിലോ അങ്ങനെ ഡെലിവറി ടേംസിലും എല്ലാ കണ്ടീഷൻസിലും നമ്മൾക്ക് ഡയറക്റ്റായിട്ട് ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് നെഗോസിയേഷൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. Then frequent meeting between sales force and customer provide an opportunity to build good long term relationship. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ, അതുപോലെ തന്നെ ഒരു ന്യൂ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ രീതിയിലുള്ള എന്തെങ്കിലും എക്സ്പാൻഷനൊക്കെ ചെയ്യുന്ന സമയത്തോ കസ്റ്റമേഴ്സിന് അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും അവരായിട്ട് ഇൻ ടച്ച് ചെയ്തിരിക്കാൻ, അതായത് അവരായിട്ട് ഫുൾ ടൈം നമ്മൾക്ക് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ദെൻ ഫീഡ്ബാക്ക് ഓഫ് കസ്റ്റമേഴ്സ് ക്യാൻ ബി ഈസിലി കളക്റ്റഡ്. നമ്മൾ ടെലിഫോൺ വഴിയായാലും മെയിൽ വഴിയായാലും ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ വഴിയായാലും കസ്റ്റമേഴ്സിനായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ കൂടെ തന്നെ അവരുടെ ഫീഡ്ബാക്ക് കൂടെ കിട്ടുന്ന ഒരു രീതിയിലായിരിക്കും സെയിൽസ് പേഴ്സൺസ് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരിൽ നിന്നും ഫീഡ്ബാക്ക് ഈസിലി നമ്മൾക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് പേഴ്സണൽ സെല്ലിംഗ് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ്. ദെൻ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് പറയുന്നുണ്ട്. ഫസ്റ്റ് പറയുന്നത് ഇറ്റ് ഈസ് ഹൈലി എക്സ്പെൻസീവ് ബിക്കോസ് കമ്പനീസ് ഹാവ് ടു ലാർജ് നമ്പർ ഓഫ് കോമ്പിറ്റൻറ്റ് സെയിൽസ് പേഴ്സണൽ ടു അറ്റൻഡ് ദ കസ്റ്റമേഴ്സ്. ഇവിടെ എക്സ്പെൻസീവ് ആണെന്നാണ് പറയുന്നത്. കാരണം ഓരോ ഏരിയാസിലും അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഓരോ ഏരിയാസിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓരോ സെയിൽസ് പേഴ്സൺസിനെ വിടുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ്. ഓക്കെ. ദെൻ ആഡിക്വേറ്റ് ട്രെയിനിങ് മസ്റ്റ് ബി ഗിവൺ ടു സെയിൽസ് ഫോഴ്സ് ടു ഇംപ്രൂവ് ദെയർ പേഴ്സണൽ സെല്ലിംഗ് സ്കിൽസ്. അപ്പോൾ ഈ വിടുന്ന സെയിൽസ് പേഴ്സണൽസിന് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒരു പ്രോഡക്റ്റ് പെട്ടെന്ന് കസ്റ്റമേഴ്സിനെ കൊണ്ട് പർച്ചേസ് ചെയ്യിക്കാനും ഉള്ള രീതിയിൽ അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അവരായിട്ടൊരു നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനുമുള്ള നല്ല രീതിയിലുള്ള ട്രെയിനിങ് അവർക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ദെൻ ലാസ്റ്റ് പറയുന്നത് എ സെയിൽസ് പേഴ്സൺ ക്യാൻ അറ്റൻഡ് ഓൺലി വൺ കസ്റ്റമർ അറ്റ് എ ടൈം. പിന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് ഒരു സെയിൽസ് പേഴ്സണലിന് ഒരു കസ്റ്റമറിനെയാണ് ഒരു ടൈം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അതല്ലാതെ നമ്മളിപ്പോൾ ഡയറക്റ്റ് ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ ആയാലും അതുപോലെ തന്നെ ടെലിഫോൺ വഴിയായാലും മെയിൽ വഴിയായാലും ഒരു ടൈമിൽ ഒരു കസ്റ്റമറായിട്ട് മാത്രമേ നമ്മൾക്ക് ഡീൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇതൊക്കെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ആണ് പ്രോസസ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ്. പേഴ്സണൽ സെല്ലിങ്ങിൻ്റെ മെയിൻ പ്രോസസ്സുകളാണ് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് പ്രീ സെയിൽസ് പ്രിപ്പറേഷൻ. നമുക്ക് പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും, സെയിൽ ചെയ്യുന്നതിന് മുൻപുള്ള കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണ്. കസ്റ്റമേഴ്സിന് അറ്റൻഡ് ചെയ്യാവുന്ന രീതിയിൽ സെയിൽസ് പേഴ്സണൽസിന് ട്രെയിനിങ് കൊടുക്കുക, അവരെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. Pre-sales preparation. The first step in personal selling is the preparation of sales personnel. A salesperson must be properly selected, trained and motivated for the job. They must be fully familiar with the producer, the product, market, selling techniques. അപ്പോൾ ഇവിടെ സെയിൽസ് പേഴ്സണൽസിനെയാണ് ഇവിടെ സെറ്റ് ചെയ്യേണ്ടത്. ആദ്യം തന്നെ അവർക്ക് കറക്റ്റായിട്ട് ട്രെയിനിങ് കൊടുക്കുക, അവരെ മോട്ടിവേറ്റഡ് ആക്കുക. ദെൻ ആ പ്രോഡക്റ്റിനെ കുറിച്ചും പ്രൊഡ്യൂസറിനെ കുറിച്ചും നമ്മൾ പോകാൻ പോകുന്ന മാർക്കറ്റ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് സെല്ല് ചെയ്യാൻ പോകുന്ന മാർക്കറ്റിനെ കുറിച്ചും സെല്ലിംഗ് ടെക്നിക്കുകളെ കുറിച്ചുമുള്ള കറക്റ്റ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ളൊരു നോളജ് സെയിൽസ് പേഴ്സണലിന് ഉണ്ടായിരിക്കണം. They must be fully aware of the motivation and the behavior of people who are the prospective customers. They should also be well informed about the nature of competition and nature of competitors' products. അപ്പോൾ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രോഡക്റ്റിനെ കുറിച്ചും അതുപോലെ തന്നെ എത്രത്തോളം കോമ്പറ്റീഷൻ ആ പ്രോഡക്റ്റിന് മാർക്കറ്റിലുണ്ട് എന്നുള്ളതിനെക്കുറിച്ചും കൺസ്യൂമേഴ്സിൻ്റെ ബിഹേവിയറിനെ കുറിച്ചും എല്ലാമുള്ള ഒരു ഫുൾ അവയർനെസ് ഈ ഒരു സെയിൽസ് പേഴ്സണലിന് ഉണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പാണ്
പ്രോസ്പെക്റ്റിംഗ് ഓർ ലൊക്കേറ്റിംഗ് ദ പ്രോസ്പെക്റ്റീവ് ബയർ. അപ്പോൾ സെയിൽസ് പേഴ്സണലിനെ സെലക്ട് ചെയ്തു. ഇനി നമ്മൾ ബയേഴ്സ് എവിടെയാണ്, അല്ലെങ്കിൽ ഏത് ഏരിയയിലാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏത് കാറ്റഗറി ഓഫ് ബയേഴ്സിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നുള്ളത് സെലക്ട് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. It refers to searching and identifying the potential buyers for the product and satisfactorily screening them to make sure that the sales effort will not go waste. ഇവിടെ പൊട്ടൻഷ്യൽ ബയേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അതായത് കസ്റ്റമേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ ഇവർ ചെയ്യുന്ന സെയിൽസ് എഫേർട്ട്, അതായത് സെയിൽസ് പേഴ്സണൽ ചെയ്യുന്ന സെയിൽസ് എഫേർട്ട് വേസ്റ്റ് ആവാത്ത രീതിയിൽ നമ്മൾ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതായത് ഒരു പ്രോഡക്റ്റ് നല്ല രീതിയിൽ സെയിൽ ആവാവുന്ന രീതിയിൽ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദ സെയിൽസ്മാൻ ഷുഡ് എക്സാമിൻ ദ നീഡ് ഫോർ ബയേഴ്സ് ആൻഡ് ദെയർ കപ്പാസിറ്റി ടു ബൈ ദ പ്രോഡക്റ്റ്. അപ്പോൾ ഒരു പ്രോഡക്റ്റ് കൊണ്ട് ചെല്ലുന്ന സമയത്ത് ആ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ അയാൾക്ക് കപ്പാസിറ്റി ഉണ്ടോ, അതുപോലെ തന്നെ ആ ബയേഴ്സിൻ്റെ നീഡ് എന്താണെന്നുള്ളത് ആക്ച്വലി അവരുടെ നീഡ് അറിഞ്ഞതിന് ശേഷം വേണം നമ്മൾ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഓക്കെ, അവർക്ക് ഏത് രീതിയിലുള്ള പ്രോഡക്റ്റാണോ വേണ്ടത് അതിനനുസരിച്ച് കസ്റ്റമൈസ്ഡ് ആയിട്ടായിരിക്കണം നമ്മൾ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് അപ്രോച്ചിങ്. After collecting all relevant information of the prospective buyer, the salesman should approach the customer in a polite and dignified way and introduce himself and his product. അപ്പോൾ ഒരു സെയിൽസ്മാൻ അവരുടെ ബയ്യറിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നല്ല പൊളൈറ്റായിട്ടും അതുപോലെ തന്നെ അവരുടെ ഒരു ഡിഗ്നിറ്റിയിൽ നിന്നുകൊണ്ടും ആയിരിക്കണം ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ അയാളെക്കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷനും കൂടെ കൊടുത്തിരിക്കണം. സാധാരണ നമ്മൾ കാണാറുള്ള കാര്യങ്ങളാണ് അതൊക്കെ. ദെൻ എ കൗണ്ടർ സെയിൽസ് പേഴ്സൺ ഷുഡ് ബി വെരി കെയർഫുൾ ഇൻ അറ്റൻഡിങ് ദ കസ്റ്റമർ. ഇഫ് he is busy in attending other customers, he should assure that new customer that he would be attended very soon. He should be careful in his first impression. അപ്പോൾ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ സെയിൽസ് പേഴ്സണലിന് സാധിച്ചിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഒരു ടൈമിൽ ഒരു കസ്റ്റമറിനെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, എങ്കിലും നെക്സ്റ്റ് കസ്റ്റമറിനെ പെട്ടെന്ന് തന്നെ നമ്മൾ അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ അവരെ എൻഗേജ്ഡ് ആക്കി നിർത്തുക എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. നമ്മൾക്ക് നമ്മുടെ ഒരു ബിസി ടൈമാണ് എങ്കിലും ആ ഒരാളെ അറ്റൻഡ് ചെയ്യുന്ന സമയം കൊണ്ട് നമ്മൾക്കൊരു കസ്റ്റമറിനെ ലോസ്റ്റ് ആയി പോകരുത്. ഓക്കെ, നെക്സ്റ്റ് പ്രസൻറ്റേഷൻ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, നമ്മളുടെ പ്രസൻറ്റേഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത്. സെയിൽസ് പേഴ്സൺ ഇൻ ദിസ് സ്റ്റേജ് ഹാസ് ടു ഗെയിൻ ദ അറ്റൻഷൻ ഓഫ് ദ കസ്റ്റമർ. ഫോർ ദിസ് പർപ്പസ് ഷുഡ് പ്രസൻറ്റ് ഹിസ് പ്രോഡക്റ്റ് ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ ബ്രീഫ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് പ്രോഡക്റ്റിനെ കുറിച്ച് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. കസ്റ്റമറുടെ അറ്റൻഷൻ പിടിക്കുക, അതായത് പെട്ടെന്ന് ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ, അതിനെ കുറിച്ചുള്ള ഫുൾ ഇൻഫർമേഷൻ ഒരേ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾക്ക് കൊടുക്കാൻ സാധിക്കണം. Then he should understand the attitude of the customer and match with his attitude so that he may be able to hold his attention and create interest in the product. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ബിഹേവിയർ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് അറിഞ്ഞിട്ട് വേണം നമ്മൾ അവർക്ക് പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനായിട്ട്. ഓക്കെ, അവർ ഏത് രീതിയിലാണോ അവരെ ഇംപ്രസ് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു രീതിയിലുള്ള പ്രസൻറ്റേഷൻ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. Then next ആണ് demonstration. Demonstration is one of the best method of presentation. If necessary, the salesperson should display and demonstrate the working of the product. He should explain and describe the utility of the product in a brief through demonstration so that the consumer realize the need for the product and satisfy his wants. ഇവിടെ ചെയ്യേണ്ടത് നമ്മൾ ആ പ്രോഡക്റ്റിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ആ പ്രോഡക്റ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എന്തൊക്കെ ഫീച്ചേഴ്സാണുള്ളത്, അതിൻ്റെ യൂട്ടിലിറ്റി, അതിനെക്കുറിച്ചൊക്കെ കസ്റ്റമറിന് കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. അതുപോലെ തന്നെ പ്രോഡക്റ്റിന് അതുപോലെ തന്നെ അവരുടെ നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഡെമോൺസ്ട്രേഷൻ അവർക്ക് കൊടുക്കുക. ദെൻ ഹാൻഡ്ലിംഗ് ഒബ്ജെക്ഷൻസ്. As every customer wants to make a best bargain for the money he is spending, presentation and demonstration of the product are likely to create some doubts and objections in the minds of prospects. The salesperson should be ready to clear all doubts and queries of the customer. അപ്പോൾ നമ്മൾ ഈ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്ന സമയത്തും അതുപോലെ ഡെമോൺസ്ട്രേഷൻ കൊടുക്കുന്ന സമയത്തും ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ചില ഡൗട്ടുകളും ക്വറീസൊക്കെ ഇൻഫർമേഷൻ അവർക്ക് അതിനെക്കുറിച്ച് കുറച്ചും കൂടി ഇൻഫർമേഷൻ വേണം എന്നുള്ള രീതിയിലൊക്കെ വരാം. അതുപോലെ തന്നെ ഡൗട്ട്സൊക്കെ വരാം. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവരെന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതിന് കറക്റ്റായിട്ട് ആൻസറബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കണം ഒബ്ജെക്ഷൻസ്, അവർ കസ്റ്റമേഴ്സിൻ്റെ ഒബ്ജെക്ഷൻസ് ഹാൻഡിൽ ചെയ്യാവുന്ന രീതിയിൽ എപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കണം. നെക്സ്റ്റ് വരുന്നത് ക്ലോസിങ് ദ സെയിൽസ്.
ഇറ്റ് ഈസ് മേക്കിംഗ് ദ കസ്റ്റമർ എഗ്രി ടു ബൈ ദ പ്രോഡക്റ്റ്. അപ്പോൾ നമ്മൾ സെയിൽസ് ക്ലോസ് ചെയ്യാണ്. ദാറ്റ് മീൻസ് അയാൾ ആ പ്രോഡക്റ്റ് വാങ്ങുകയാണ്, അതായത് കസ്റ്റമർ ആ പ്രോഡക്റ്റ് ബൈ ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കുകയാണ്. ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി ടാസ്ക്. ദ സെയിൽസ് പേഴ്സൺ ഷുഡ് നോട്ട് ഫോഴ്സ് ദ പ്രോസ്പെക്ട് ടു ബൈ, but he should let the customer feel that he made the final decision. He should give the customer that he has made the right choice. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ അവർക്ക് ഇൻഫർമേഷനൊക്കെ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം അവരെ അത് ബൈ ചെയ്യിപ്പിക്കാനുള്ള ഒരു ഇൻഡ്യൂസ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ആ ഒരു പ്രോഡക്റ്റ് ബൈ ചെയ്യിക്കാനുള്ള രീതിയിലായിരിക്കണം അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ദെൻ അവരൊരു റൈറ്റ് ചോയ്സ് എടുക്കാൻ, അതായത് റൈറ്റ് ചോയ്സ് എന്ന് പറയുന്നത് നമ്മളുടെ സെയിൽസ് പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ആ പ്രോഡക്റ്റ് ബൈ ചെയ്യാനുള്ള ഒരു ചോയ്സ് അവരെ കൊണ്ട് ഉണ്ടാക്കിക്കുക. Then some adjustments in price or other concessions may sometimes be necessary for completing the sales. നമ്മൾക്കറിയാം കുറച്ച് ഡിസ്കൗണ്ടുകളും കാര്യങ്ങളും ഒക്കെ കൊടുത്തു കഴിഞ്ഞാലാണ് കസ്റ്റമേഴ്സിന് അത് വാങ്ങാനുള്ള കറക്റ്റ് ഒരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നെസസറി ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾക്ക് പ്രൈസിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ ടേംസിലാണെങ്കിലും കുറച്ച് കൺസെഷൻസ് ഒക്കെ കൊടുക്കാവുന്നതാണ്. ദെൻ ഇതൊക്കെയാണെങ്കിലും നമ്മളുടെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് സെയിൽസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് ഫോളോ അപ്പ്. After closing the sales, follow-up is essential. It refers to the activities undertaken to ensure that the customer has taken the right decision of buying the product. അപ്പോൾ ഒരു പ്രോഡക്റ്റ് ബൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവർ ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. ഫോളോ അപ്പ് ആക്ഷൻ ഓൾസോ ഇൻക്ലൂഡ് ഇൻസ്റ്റലേഷൻ ഓഫ് ദ പ്രോഡക്റ്റ്, ചെക്കിംഗ് ആൻഡ് ടെസ്റ്റിംഗ് ദ സ്മൂത്ത് പെർഫോമൻസ്, മെയിൻ്റനൻസ് ആൻഡ് ആഫ്റ്റർ സെയിൽ സർവീസസ്. ഇറ്റ് ഹെൽപ്പ് ഇൻ ബിൽഡിംഗ് ലോങ് ടേം റിലേഷൻഷിപ്പ് വിത്ത് ദ കസ്റ്റമർ. നമുക്കറിയാം ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. അതായത് ഒരു പ്രോഡക്റ്റ് നമ്മളൊരു കസ്റ്റമറിന് സെയിൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ റൺ ചെയ്യുന്നുണ്ടോ, അതുപോലെ അത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. വീട്ടിൽ എവിടെയാണെന്ന് വെച്ചാൽ ആ ഒരു മെഷീനാണെങ്കിൽ അത്, അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ മെയിൻ്റനൻസ് ചെയ്യുക, അത് കറക്റ്റായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ, അതുപോലെ ആഫ്റ്റർ സെയിൽ സർവീസസ്, ആ പ്രോഡക്റ്റ് സെയിൽ ചെയ്തതിന് ശേഷവും അവർക്ക് എന്തെങ്കിലും കംപ്ലയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് അവർക്ക് അതിനുള്ള എന്താണ് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് കസ്റ്റമറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇവിടെ പേഴ്സണൽ സെല്ലിങ്ങിൻ്റെ സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മളീ പറഞ്ഞ 8 സ്റ്റെപ്പുകളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. താങ്ക് യു.